അവർ വോട്ട് ചെയ്ത മാങ്ങാപ്പഴം ചാണകക്കുഴിയിൽ വീണ കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടതാണ്. എറണാകുളം ജില്ലയിൽ മറ്റൊരു പ്രസ്ഥാനമുണ്ടായിരുന്നു. ഇത്രയും നാളും മാങ്ങാപ്പഴത്തിന്റെ ലേബലിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്നലെ മുതൽ മാങ്ങാപ്പഴം ചാണകത്തിൽ വീണ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണ്? 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരുണ്ടായിരുന്നു. അവർ ഞങ്ങളോട് വലിയ അഭിമാന ബോധത്തോടുകൂടി പറയും, ഞാൻ ഇടതിന്റെ കൂടെയുമല്ല വലതിന്റെ കൂടെയുമല്ല സംഘിയുടെ കൂടെയുമല്ല, ഞങ്ങൾ സ്വതന്ത്രമായ 2020 പ്രസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് 2020ക്ക് വോട്ട് ചെയ്ത കൂട്ടുകാരുണ്ടായിരുന്നു നമുക്ക്. എനിക്ക് ആ കൂട്ടുകാരോടൊക്കെ ഇപ്പൊ സഹതാപം മാത്രമാണ് തോന്നുന്നത്. കാരണം അവർ വോട്ട് ചെയ്ത മാങ്ങാപ്പഴം ചാണകക്കുഴിയിൽ വീണ കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടതാണ്. 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളെ ആകെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. സ്വന്തം കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയെ തന്നെ കട്ടുമുടിച്ച വിൽപ്പനച്ചരക്കാക്കിയ ഒരു പ്രസ്ഥാനമാണ് 2020 എന്നുള്ളത് ഇന്നലത്തെ വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്. NDAയുടെ കൂടെ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി മുതൽ ഇതാണ് ജനാധിപത്യം, ഇതാണ് മതേതരത്വം എന്ന് പറയുന്ന കാഴ്ച കേരളത്തിനാകെ പുതുമയുള്ളതാണ്. ഇങ്ങനെ BJPയുമായി അന്തർധാരയുണ്ടാക്കിയ പ്രസ്ഥാനമാണ് 2020 എന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ്. ഇവർ BJPയുമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ് എന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ്. ഞങ്ങൾ 2020യിലെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആ ചാണകക്കുടിയിൽ ചവിട്ടാതെ നിങ്ങൾ മതേതരപാതയിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ടാകും. അത് പഞ്ചായത്ത് മെമ്പർമാരാകട്ടെ, പ്രവർത്തകരാകട്ടെ, ആരുമാകട്ടെ. 2020 എന്ന പ്രസ്ഥാനത്തിൽ ഒരു തവണയെങ്കിലും വോട്ട് ചെയ്തവരുമാകട്ടെ, അവർ തിരിച്ചു വന്ന് കോൺഗ്രസിനോട് കൈപിടിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവർക്കുള്ള സംരക്ഷണം ഒരുക്കാൻ ഈ എറണാകുളത്തെ കോൺഗ്രസ് പ്രസ്ഥാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും ഉണ്ടാകും. അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക.